സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ അമിത രോമ വളർച്ച. പലർക്കും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് രോമ വളർച്ച എന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പും നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് രോമ വളർച്ച തടയേണ്ടത്, എങ്ങനെയാണ് രോമ വളർച്ചയ്ക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന സമയത്ത് പലരും ഈ രോമ വളർച്ചയ്ക്കുള്ള എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും ഒരു പൗഡർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, എങ്ങനെയാണ് രോമ വളർച്ച തടയേണ്ടതെന്ന്. ഇത് ഞാനൊരു കൂട്ടായിട്ട് കറക്റ്റായിട്ടൊരു മിക്സ്ചറായിട്ട് ഒരു പൗഡറായിട്ട് ഇതിനെ ഫോം ആക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു പൗഡർ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഒരേ ഒരു കാര്യം, കാരണം ഞാനിത് ഒരു സെയിൽസ്, എൻ്റെ ഒരു ബിസിനസ് എന്നുള്ള ഭാഗം കൂടെ ആയതുകൊണ്ട് ഒരു സാധനം ഇതിനകത്ത് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാർ താഴെ വരും, ഇവിടെ വന്ന് പറയുമെങ്കിൽ പിന്നെ പറയാതിരുന്നുണ്ടായിരുന്നു എന്തിനാ പറഞ്ഞതെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാലും റിസൾട്ട് കിട്ടും. ഞാൻ ഈ പറയുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാലും റിസൾട്ട് കിട്ടും. ഇല്ല ഞാൻ ആ ഒരു ഹൈഡ്രിക്കൻ സാധനം ഉപയോഗിച്ചാൽ തന്നെ റിസൾട്ട് കിട്ടൂ, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്തിനാ അത് ഉപയോഗിച്ചേക്കുന്നതെന്ന് ചോദിക്കും. അത് എൻ്റെ ബിസിനസ് സീക്രട്ട്. ഓക്കെ, എല്ലാവർക്കും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഹോട്ടലിൽ ചെന്ന് ചേച്ചി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫുൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് പറഞ്ഞു തരത്തില്ല. അവരെന്നാലും അത് ഉണ്ടാക്കേണ്ട രീതി നമുക്ക് പറഞ്ഞു തരും. എങ്കിലും അവരുടെ ചില ഇൻഗ്രീഡിയൻസ് അവർ ഹൈഡ് ചെയ്യും. അതൊക്കെ ഒരു ട്രിക്കാണ്. അപ്പൊ അതിന് കുറ്റം പറയുന്നവർ ആരും കുറ്റം പറയണ്ട. എന്നാലും നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഓൺലി 4 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം എങ്ങനെ നമ്മുടെ ഫേസിലെ രോമം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാം. ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് എങ്ങനെയാണെന്ന്. അപ്പൊ അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ഒക്കെ ഭയങ്കര ഇങ്ങനെ ഉറുമ്പ് എഴുതുന്നത് പോലെ എഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ചാനലിൽ. 340,000 കഴിഞ്ഞു തോന്നുന്നു അല്ലെ. എങ്കിലും സബ്സ്ക്രിപ്ഷനെ കാട്ടി നിങ്ങൾ ഒരുപാട് പേരുടെ സ്നേഹം എനിക്ക് എൻ്റെ വാട്സപ്പ് മൂലമോ ഒക്കെ കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ ഫോൺ കോളുകൾ എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, അത് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഫോണിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പൗഡർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് മെയിൻ ആയിട്ട് വേണ്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കുപ്പമേനി പൗഡർ. കുപ്പമേനി പൗഡർ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. കുപ്പമേനി ഇല നമ്മുടെ നാടുകളിലൊക്കെ ലഭ്യമുള്ള ഒരു സാധനമാണ്. പക്ഷെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. കുപ്പമേനി പൗഡർ നമ്മുടെ മുടി രോമ വളർച്ച കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതിന് സഹായിക്കും. അപ്പൊ ആദ്യം വേണ്ടത് കുപ്പമേനി പൗഡർ. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തങ്ങ പൗഡർ അല്ലെങ്കിൽ കോരക്കിഴങ്ങ് എന്ന് പറയും. ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. അതായത് കുപ്പമേനി പൗഡറും ഈ മുത്തങ്ങ പൗഡറും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് എടുത്ത് വെക്കാം. ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതിന്റെ 1/4 ഭാഗം മാത്രം കസ്തൂരി മഞ്ഞൾ പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കസ്തൂരി മഞ്ഞൾ ഞങ്ങൾ ചിലരൊക്കെ പറയാറുണ്ട് ചേച്ചി ഇത് കസ്തൂരി മഞ്ഞളല്ല, ഈ ഒരു വെള്ള കളർ ഒരെണ്ണം വരും അതാണ് കസ്തൂരി മഞ്ഞൾ, ഇത് കസ്തൂരി മഞ്ഞളല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന കസ്തൂരി മഞ്ഞൾ ഈ കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. ഈ കസ്തൂരി മഞ്ഞൾ തന്നെയാണ് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കസ്തൂരി മഞ്ഞൾ പൊടി തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് മൂന്നും നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു പൗഡറാക്കി വെക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ചിലർക്ക് കോരക്കിഴങ്ങൊക്കെ എന്തോന്ന് പോലും അറിയത്തില്ല, മുത്തങ്ങ അത് എവിടെ കിട്ടും, പിന്നെ ഇത് പൊടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു ഒരുപാട് സാധനങ്ങൾ പൊടിക്കുകയും ചെയ്യുന്നു. നമുക്കത് എവിടെ പൊടിക്കണം, എവിടെ പൊടിച്ചാൽ അത് ഫൈനായിട്ട് കിട്ടും, എങ്ങനെ അത് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒരു സെയിൽസിനും കൂടെ വെച്ചേക്കുന്നത്. ഇഷ്ടമുള്ള ആളുകൾക്ക് വാങ്ങാം എന്നുള്ള രീതിയിൽ. നമ്മൾ ആരെയും ഒന്നിനും കമ്പൽ ചെയ്യാറില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പായിട്ടാണ് ഇരിക്കുന്നത്, എങ്ങനെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത്. ഹെൽപ്പ് ചെയ്യാമെന്നല്ല, അവർക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത്. ഇത് ആരാണ് എൻ്റെ അടുത്ത് ആദ്യം ഒരാൾ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ആരോ ഒരാൾ എന്നോട് പറഞ്ഞാണ് ചേച്ചി ഇത് ഉണ്ടാക്കി സെയിൽ ചെയ്തൂടെ, അപ്പൊ ചേച്ചിക്ക് ഉപകാരപ്രദം. സത്യം പറഞ്ഞ ആ ഒരു തോട്ടിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഐഡിയ തന്നെ വന്നത്. ഇപ്പൊ ഞാനൊരു ബിസിനസ് ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആയി മാറണം എന്നാണ് ആഗ്രഹം കേട്ടോ. ഇങ്ങനെ നല്ല കുറച്ച് പ്രോഡക്ട്സ്. എൻ്റെ മെയിൻ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നോ കെമിക്കൽസ്, നോ പ്രിസർവേറ്റീവ്സ്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒരു ലിക്വിഡ് ഫോമിലൊക്കെ ആക്കി നിങ്ങൾക്ക് തരാം. പക്ഷെ അവിടെ കെമിക്കൽസ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ വരും. എൻ്റെ എയിം ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യും. നോ കെമിക്കൽസ്, നോ പ്രിസർവേറ്റീവ്സ്, കംപ്ലീറ്റ്ലി നാച്ചുറൽ. അതിനകത്തുള്ള പൈസ മതി നമുക്ക്, പക്ഷേ കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ മുടി വളർച്ച നമുക്ക് വേറെ പല രീതിയിലും മാറ്റിയെടുക്കാം. പക്ഷേ ഈ ഒരു മുടി വളർച്ച എങ്ങനെ ഈ ഒരു പൗഡർ കൊണ്ട് മാറ്റിയെടുക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾക്ക് മുഖം വാക്സ് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്, മുഖം ഷേവ് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബ്ലേഡ് വെച്ച് എങ്ങനെ, ബ്ലേഡ് അല്ല നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ട് എങ്ങനെ മുഖം ഷേവ് ചെയ്യാറെന്നുള്ളത്. ഞാൻ എൻ്റെ മുഖം അത് വെച്ച് തന്നെയാണ് ഷേവ് ചെയ്യാറുള്ളത്. ഷേവ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ അധികം രോമ വളർച്ചയൊന്നുമില്ല, ചെറുതായിട്ട് കുഞ്ഞു രോമം ചിലപ്പോഴൊക്കെ നമുക്ക് ഒരുമാതിരി അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമ്പോൾ എടുത്തു കളയും. ഞാൻ ഈ ഒരു പൗഡർ ഒരു ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെയെങ്കിലും സമയം എടുത്ത് ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് വളരെ, നിങ്ങൾക്ക് ദിവസം വേണമെങ്കിൽ ഈ പൗഡർ ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം നമ്മുടെ മുഖത്തിന് നല്ല പൗഡറുകൾ മാത്രമാണ്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ പ്ലെയിൻ വാട്ടറിൽ, നിങ്ങൾ ഇതിനകത്ത് വേറെ ഒന്നും ഒരു വാട്ടറും അപ്ലൈ ചെയ്യേണ്ട, പ്ലെയിൻ ആയിട്ടുള്ള വാട്ടറിൽ നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് എവിടെയാണോ അധിക രോമവളർച്ച ഉള്ളത് ആ ഭാഗത്ത് നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മുഖം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ചിലർ കണ്ടിട്ടില്ലേ ഈ തൈറോയിഡ് PCOD ഒക്കെ ഉള്ളപ്പോൾ താടിയുടെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര രോമ വളർച്ചയായിരിക്കും. അപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം രോമത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരസി കളയുക. ഇട്ട ഉടനെ മാറുമോ ചേച്ചി, ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് റിസൾട്ട് കിട്ടും, എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി ഞാൻ ഭയങ്കര സിൽക്കി ആവോ? ഒരിക്കലുമില്ല. ഇത് കംപ്ലീറ്റ് നാച്ചുറലാണ്. നിങ്ങൾ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ്, നിങ്ങൾ എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴേ, ഒരു രാത്രിയോ ഉച്ചയ്ക്കോ രാവിലെയോ, ഞാൻ ഇപ്പം എപ്പോഴും പറയാനുള്ളത് പോലെ രാത്രി പാക്ക് ഇടണം അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ഒരു അരമണിക്കൂറെങ്കിലും ആ ഭാഗത്തും മീശയുടെ ഭാഗത്തും ഒക്കെ ഇട്ട് വെച്ചേക്കുക. ഇട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ ഉരച്ച് കഴുകി കളയുക. ഉരയ്ക്കുക മീൻസ് കല്ലിൽ തുണിയിട്ട് ഉരയ്ക്കുന്ന പോലെ ഉരയ്ക്കാനല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൗണ്ട് ആയിട്ട് ഉരച്ച് കഴുകി കളയുക. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് വരുമ്പോൾ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ആ ഒരു രോമത്തിന്റെ കട്ടി വളരെ ചെറുതായി വരുന്നത് നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹാക്ക്. നമുക്ക് ഈസി ആയിട്ട് അമിത രോമ വളർച്ച കളയാം. അപ്പൊ ഞാൻ ചോദിക്കും, ചേച്ചി ഈസി ആണോ? പെട്ടെന്ന് പോവില്ലല്ലോ, ഷേവ് ചെയ്താൽ പോലെ പെട്ടെന്ന് പോവില്ലേ? പോകും. പക്ഷെ നമ്മൾ ഈ എന്താ പറയുന്നത്, കുറേ നാളിട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് അറിയാൻ പറ്റും. രോമത്തിന്റെ വളർച്ച ഭയങ്കര തിന്നായി പോയി കംപ്ലീറ്റ് ആയിട്ടും രോമം കൊഴിഞ്ഞു പോകും. ചെറിയ കുട്ടികളിലെ കണ്ടിട്ടില്ല അമിത രോമ വളർച്ച, ദേഹത്തൊക്കെ അമിതമായിട്ട് രോമം വളരും. അവർക്കൊക്കെ ഇത് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല കിടിലൻ റിസൾട്ടാണ്. നിങ്ങൾക്ക് കയ്യിലോ കാലിലോ എവിടെയാണോ അമിത രോമ വളർച്ച അവിടെ എല്ലാം ഇടാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ? എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.